ഏതൊരാൾക്കും മികച്ച റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്? വളരെ ലളിതമായിട്ട് ഇതിനുള്ള ആൻസർ ഇന്ന് നമുക്ക് പഠിക്കാം. ഒരു ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി ഞാൻ ഇത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചും തരാം. ഈ വീഡിയോ മുഴുവനായിട്ട് ഞാൻ കീപ്പ് ചെയ്യാൻ പോകുന്ന 3 ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് പറയാം. 1, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സമയം ചിലവാക്കാനില്ല. 2, ഒരുപാട് എഫേർട്ട് ഇടാനും പറ്റില്ല. 3, വലിയ കോംപ്ലിക്കേഷൻസും പറ്റില്ല. അപ്പോൾ ഓവറായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ഒഴിവാക്കി അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി തുടങ്ങാനും മുന്നോട്ട് പോകാനും തൽക്കാലം ഈ വീഡിയോ മാത്രം മതിയാകും. ആദ്യമായി മേളിൽ പറഞ്ഞ ഈ 3 ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലം മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഞാൻ ആ ക്രൈറ്റീരിയയിൽ പറഞ്ഞ ടൈം, എഫേർട്ട്, കോംപ്ലക്സിറ്റി എല്ലാം ഇൻവെസ്റ്റിങ്ങിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് വേണ്ടിയിട്ട് വേറൊരാളായിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. പല ആളുകൾ പണമിട്ട് ഒരു മണി പൂൾ ഉണ്ടാക്കുന്നു. നമ്മളെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ട് പണമിട്ട് ഒരു മണി പൂൾ ഉണ്ടാക്കുന്നു. ഒരു ഫണ്ട് മാനേജർ വന്ന്, അതായത് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നല്ല ബോധവും വിവരമുള്ള ഒരാൾ വന്നിട്ട് ആ പണം എടുത്ത് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം, എഫേർട്ട്, കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. മോശമില്ലാത്ത റിട്ടേൺസ് ഉണ്ടാക്കി തരാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഒരു ഫണ്ട് മാനേജർ വളരെ ആക്റ്റീവായിട്ട് പണിയെടുത്ത് ബിൽഡ് ചെയ്യുന്ന ഫണ്ടും ഉണ്ട്, അത്ര ആക്റ്റീവ് അല്ലാതെ കുറച്ച് പാസീവായിട്ട് അവർ മാനേജ് ചെയ്യുന്ന ഫണ്ടുകളും ഉണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത് ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഫണ്ടാണ്, അതിനെ ആക്റ്റീവ് ഫണ്ട് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. രണ്ടാമത് പാസീവായിട്ട് അവർ മാനേജ് ചെയ്യുന്ന ഫണ്ട്, അതിനെ പാസീവ് ഫണ്ട് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പാസീവ് ഫണ്ട് എന്താണ് എന്നൊരു ബേസിക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാനൊന്ന് പറയാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫണ്ട് അതൊരു പാസീവ് ഫണ്ടാണ്, അത് ഫോളോ ചെയ്യുന്നത് ഇന്ത്യയിലെ ഇൻഡെക്സ് ഫണ്ടുകളാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 50 കമ്പനീസിലുള്ള സ്റ്റോക്കുകളാണ് ആ മ്യൂച്വൽ ഫണ്ടിൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫണ്ട് മാനേജറിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ആ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 50 കമ്പനി, അത് മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ടുള്ള ഏറ്റവും ടോപ്പ് 50 കമ്പനിയിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത്രമാത്രം ഡിസൈഡ് ചെയ്താൽ മതിയാകും. പ്രത്യേകിച്ച് ഓരോ കമ്പനിയുടെയും പെർഫോമൻസ് എങ്ങനെയാണ്, ഈ കമ്പനി മാറ്റി വേറെ കമ്പനി കൊണ്ടുവരണോ, അങ്ങനെ ഒന്നും ആക്റ്റീവായിട്ട് അവർ പണിയെടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ ടോപ്പ് 50 കമ്പനീസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അടുത്ത 6 മാസം കഴിയുമ്പോൾ ഈ ടോപ്പ് 50 കമ്പനിയിലെ ഒരു 5 കമ്പനി മാറി വേറെ ഒരു 5 കമ്പനിയാണ് വന്നതെങ്കിൽ അവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ ടോപ്പ് 50ൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അവർ പ്രത്യേകിച്ച് ഒരുപാട് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ ആക്റ്റീവും പാസീവും ഫണ്ടുകളുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പിക്ചർ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്റ്റീവ് ആയാലും പാസീവ് ആയാലും നമുക്ക് ലോസും പ്രോഫിറ്റും വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. എത്ര കഴിവുള്ള ഒരു മാനേജർ വന്ന് ഇത് മാനേജ് ചെയ്താലും 100% പ്രോഫിറ്റ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരു മാനേജർ മാത്രമല്ല ആ ഒരു ഫണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. 100 കണക്കിന് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഒരു യുദ്ധം വന്നേക്കാം, വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇനി അത് മാത്രമല്ല, ചിലപ്പോൾ മാനേജറിന് തെറ്റുകളും പറ്റിയേക്കാം. പക്ഷേ മോശമില്ലാത്ത ഫണ്ടാണ് നമ്മൾ ചൂസ് ചെയ്തത് എങ്കിൽ ചില വർഷങ്ങളിൽ കുറഞ്ഞ റിട്ടേൺസ് തന്നാലും, അതല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ഒക്കെ തന്നാലും, നീണ്ട കാലത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വലിയ ലോസ് വരാനുള്ള ചാൻസസ് കുറവാണ് എന്നാണ് കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 2 മാർഗ്ഗങ്ങളുണ്ട്. അതെന്താണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ലംസം. അതായത് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് എന്ന് കരുതുക. എല്ലാ മാസവും കൃത്യമായിട്ടുള്ള സാലറിയോ വരുമാനമോ നിങ്ങൾക്കില്ല. ചില മാസം 1-2 ലക്ഷം രൂപ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയെന്ന് വരാം. പിന്നെ ഒരു 1-2 മാസം നിങ്ങൾ തട്ടിമുട്ടിയും പോകും, എക്സ്ട്രാ പൈസയൊന്നും ഇല്ല എന്നും കരുതുക. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരുമിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ആ 1-2 ലക്ഷം രൂപ കിട്ടുന്ന സമയത്ത് ആ 1-2 ലക്ഷം രൂപ എടുത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് അതേപോലെ ഒരു ബോണസ് കിട്ടി, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു സാലറിഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, നിങ്ങൾക്ക് ഒരു ബോണസ് കിട്ടി. ബോണസ് നിങ്ങളുടെ സാലറിയുടെ ഒരു 3 ഇരട്ടിയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുക. ആ ബോണസ് എടുത്ത് നിങ്ങൾക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ലംസം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മാർഗ്ഗമാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കേൾക്കുന്ന SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാലറിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ മാസവും കൃത്യമായിട്ടുള്ള സാലറി നമുക്ക് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന സാലറിയിൽ എല്ലാ മാസവും നമ്മളൊരു 5000 രൂപ വെച്ചോ അല്ലെങ്കിൽ 10000 രൂപ വെച്ചോ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് ഇത് ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ സാലറി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ 5000 ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ 7000 ആക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം നമുക്ക് വീണ്ടും സാലറി കൂടുന്ന സമയത്ത് നമ്മളിത് വീണ്ടും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട്
ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, SIP ആയിട്ടും ചൂസ് ചെയ്യാം. അതിൽ ബെറ്റർ ഇതാണ്, ബെറ്റർ അതാണ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ടിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ വേണം എങ്കിൽ നിങ്ങൾ താഴെ അത് പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെനാരിയോ വെച്ചിട്ട് ഏതാണ് നല്ലതെന്ന് മനസ്സിലാവും. ഓൾറൈറ്റ്, അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്താണ് എന്നും അതിൽ പണം ഇടുന്ന 2 മെത്തേഡ്സും നമ്മൾ കണ്ടു. ഇനി ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് നമുക്ക് നേരെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ തന്നെ ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഈ ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ടുകളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് 2-3 ഫണ്ടുകൾ മാത്രം മതി. ഇത് ആക്ച്വലി ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ചില ആളുകൾ പറയുന്നു 4-5 എണ്ണം വേണമെന്ന്, ചില ആളുകൾ പറയുന്നു 8-9 എണ്ണം വേണമെന്ന്. ബട്ട് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ കൺസേൺ ആവേണ്ട. നമ്മളൊരു ബിഗിനർ ആവുന്ന സമയത്ത് മാക്സിമം ഒരു 2-3 എണ്ണം മാത്രം എടുത്ത് ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ടുകൾ ഉള്ളതിൽ നമുക്ക് വേണ്ട ഈ 2-3 എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം അത് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പൂളിൽ നിന്നും ഫണ്ട് മാനേജർ ഈ പണം എടുത്തിട്ട് ഗോൾഡിലായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബോണ്ടുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലായിരിക്കാം, അതല്ലെങ്കിൽ പുറത്തുള്ള രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള രാജ്യങ്ങളിലുള്ള കമ്പനികളിലായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡും ബോണ്ടും ഒക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കമ്പനികളിലും സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് കാര്യം ഞാൻ സ്കിപ്പ് ചെയ്ത് വേണ്ട കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനി, അതായത് പുറത്തുള്ള രാജ്യങ്ങളിലെ കമ്പനികളിലും സ്റ്റോക്കുകളിലും സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഇക്വിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റോക്സിൻ്റെയും ഷെയർസിൻ്റെയും ഒക്കെ ഒരു ഫാൻസി പേരാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും വിളിക്കാം. ഇനി ഏതാണ് ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട്? നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പും ഇൻവെസ്റ്റിങ്ങിനെ പറ്റി കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഇല്ല. ഓരോ ആളുകളുടെയും അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ റിസ്ക് അപ്പറ്റൈറ്റ് വെച്ചിട്ടോ അവരുടെ വരുമാനം വെച്ചിട്ടോ എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് വെച്ചിട്ടോ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഗോൾ എന്നോ ഇതെല്ലാം വെച്ച് ഓരോരുത്തരും ചൂസ് ചെയ്യേണ്ട മ്യൂച്വൽ ഫണ്ട് മാറും. പക്ഷേ ഇവിടെ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നത് കൊണ്ട് തന്നെ 7 വർഷമെങ്കിലും മിനിമം ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അതായത് 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ആവശ്യമുള്ള പണം, നിങ്ങൾക്കൊരു വീട് വെക്കാനോ ഒരു കല്യാണം കഴിക്കാനോ അതല്ലെങ്കിൽ കാർ വാങ്ങിക്കാനോ ഒക്കെ വെച്ചിരിക്കുന്ന പണം എടുത്ത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഈ 7 വർഷം എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ഞാൻ എൻ്റെ മുന്നേ ഉള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതും എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോശമില്ലാത്ത ഒരു തരത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ, ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 7 വർഷമെങ്കിലും മിനിമം ഹോൾഡ് ചെയ്താൽ വലിയ ലോസ് വരാനുള്ള ചാൻസസ് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് മിനിമം 7 അതിന് അപ്വേർഡ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ലോസ് വരാനുള്ള ചാൻസസ് ഇല്ല. അതിന് മുന്നേ നിങ്ങൾ പിൻവലിച്ചാൽ നിങ്ങൾക്ക് ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്റ്റാറ്റ്സ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി ലോങ് ടേം അല്ല, നിങ്ങൾ ഷോർട്ട് ടേം ആണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ, അതായത് 1 വർഷമോ 2 വർഷമോ 5 വർഷമോ ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഈ കാണുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത്. ഇപ്പോൾ കാണുന്ന വീഡിയോ അല്ല. ആ വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് 1 വർഷത്തേക്കാണെങ്കിലും 5 വർഷത്തേക്കാണെങ്കിലും 7 വർഷത്തേക്ക് അപ്വേർഡ്സ് ആണെങ്കിലും നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ടാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനിവേ ഞാൻ ഡിവൈറ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഇവിടെ തന്നെ മുന്നോട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന് തന്നെ 3 കാറ്റഗറികളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 3 കാറ്റഗറി. ഒന്നാമത്തത് ലാർജ് ക്യാപ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് 100 കമ്പനീസ്, ആ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ലാർജ് ക്യാപ് ഫണ്ടുകൾ. അതായത് നമ്മളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യുന്നു. ആ മ്യൂച്വൽ ഫണ്ടിനകത്ത് 80% പണവും ലാർജ് ക്യാപ്പ് കമ്പനികളിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലാർജ് ക്യാപ്പ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനികളിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 80% പണം. അതായത് നിങ്ങളിപ്പോൾ ഒരു 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ ആ 100 രൂപയിൽ 80 രൂപയും ഇന്ത്യയിലെ ടോപ്പ് 100 കമ്പനികളിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഫണ്ടുകളിലെയാണ് നമ്മൾ ലാർജ് ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ റിട്ടേൺസ് മോഡറേറ്റ് ആണ്, റിസ്ക് ലോ ആണ്. ലോ എന്ന് മാത്രമേ ഉള്ളൂ. ഇക്വിറ്റി ഫണ്ടുകളിൽ എല്ലാം റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ലാർജ് ക്യാപ് ഫണ്ട്. ഇനി മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 101ാമത്തെ കമ്പനി തൊട്ട് 250ാമത്തെ കമ്പനി വരെയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 101ാമത്തെ തൊട്ട് 250ാമത്തെ കമ്പനികളിൽ വരെയാണ്. മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല, 65%. നേരത്തെ 80% പറഞ്ഞത്, ഇവിടെ 65%. അതായത് നിങ്ങളൊരു 100 രൂപയാണ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ 65 രൂപയെങ്കിലും ഈ ടോപ്പ് 101 തൊട്ട് 250ാമത്തെ കമ്പനികളിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ റിട്ടേൺസ് ഗുഡ് റിട്ടേൺസ് ആണ്, റിസ്ക് ഹൈ റിസ്ക്കുമാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇതിലേക്കൊക്കെ പിന്നെ വരാം. നിങ്ങൾ തൽക്കാലം ഇപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നൊന്ന് കേൾക്കുക. ഇനി മൂന്നാമത്തെ എന്താണ്? സ്മോൾ ക്യാപ്പ്
ഫണ്ടുകൾ. സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണത്തിൻ്റെ 65% ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കണം? 251 കമ്പനികൾ തൊട്ട് മുകളിലോട്ട്. അതായത് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 251 സ്ഥാനത്ത് തൊട്ട് താഴോട്ട് കിടക്കുന്ന കമ്പനികളിലായിരിക്കണം 65% ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ മിനിമം 65 രൂപയെങ്കിലും താഴോട്ടുള്ള കമ്പനീസിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ റിട്ടേൺസ് എന്താണ്? റിട്ടേൺസ് വെരി ഹൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. റിസ്ക്കും അതേപോലെ തന്നെ വെരി ഹൈ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? നമ്മൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ മുഴുവൻ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10,000 രൂപയാണ് എന്ന് കരുതുക. നിങ്ങൾക്ക് സേഫ് ആണ് എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എല്ലാ പണവും കൂടെ ഇക്വിറ്റിയിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് ഒരു 5,000 രൂപ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു ഡെറ്റ് ഫണ്ടിലോ ഗോൾഡിലോ എവിടെയാണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം, ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്ത് ബാക്കി പണം നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ 10,000-ൽ ഒരു 5,000 ആണ് നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തതെന്ന് കരുതുക. ഇനി അവിടെ ഈ 5,000 രൂപ എവിടെ ഇടണം എന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ റിസ്ക് പ്രിഫറൻസ് വെച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഈ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ 5,000 രൂപ എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. അതായത് ഞാൻ 5,000 രൂപ എടുത്ത് ലാർജ് ക്യാപ്പിൽ ഇടുന്നു, അല്ലെങ്കിൽ 5,000 രൂപ എടുത്ത് സ്മോൾ ക്യാപ്പിൽ ഇടുന്നു, അങ്ങനെ ഇടണമെന്നില്ല. നിങ്ങൾക്ക് മിക്സ് ചെയ്തിടാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് 80% ലാർജ് ക്യാപ്പിൽ ഇടാം, ബാക്കി 20% ബാക്കി രണ്ടിലോട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിടാം. അല്ലെങ്കിൽ 20% നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പിൽ തന്നെ ഇടാം. ആ ഒരു 20% നല്ല റിസ്കിൽ കിടന്നോട്ടെ എന്ന് നിങ്ങൾക്ക് കരുതാം. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ഈ മിക്സ്ഡ് ക്യാപ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളും ഉണ്ട്. അതായത് നിങ്ങൾ ആ ഒരൊറ്റ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടുകളും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അതും പിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കുന്ന ഡൗട്ടുകളൊക്കെ നമ്മൾ മുന്നോട്ട് ഈ വീഡിയോയിൽ തന്നെ അത് ക്ലിയർ ചെയ്യും. പേടിക്കേണ്ട, മുന്നോട്ട് കാണുക. ഇനി ഒരു നല്ല ബെറ്റർ ക്ലാരിറ്റി കിട്ടാനായിട്ട് ഈ ഒരു ടേബിളും കൂടെ ഞാൻ കാണിക്കാം. ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ ഈ ടേബിളിൽ കാണുന്നത് 2006 തൊട്ട് 2023 വരെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പുകൾ തന്നിട്ടുള്ള റിട്ടേൺസ് ആണ്. ഇവിടെ ഓരോ വർഷവും നമുക്ക് കാണാം നല്ല റിട്ടേൺസ് ഉണ്ടായ വർഷങ്ങളിൽ, അതായത് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്ത വർഷങ്ങളിൽ സ്മോൾ ക്യാപ്പ് വൻ റിട്ടേൺസ് ആണ് തന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ 2007 97% റിട്ടേൺസ്, 2009 117% റിട്ടേൺസ്, 2012 40% റിട്ടേൺസ്, 2018 58% റിട്ടേൺ. അതേസമയം സ്റ്റോക്ക് മാർക്കറ്റ് ഓവറോൾ മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതേപോലെ നെഗറ്റീവ് റിട്ടേൺസും തരുന്നുണ്ടെന്ന് കാണുക. 2008 -68% റിട്ടേൺസ്. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത് 68,000 രൂപ ലോസിലായിരിക്കും ആ സമയത്ത് നിൽക്കുന്നത്. ഇനി 2018 നോക്കിയാൽ ലാർജ് ക്യാപ്പ് കഷ്ടിച്ച് 2.6% റിട്ടേൺസ് മാത്രം തന്നപ്പോൾ സ്മോളും മീഡിയം ക്യാപ്പുകളും -12%ഉം -26%ഉമാണ് നെഗറ്റീവിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട. സിമ്പിളായിട്ട് ഞാനിത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ റിട്ടേൺസ് കിട്ടാനുള്ള ആ ഒരു സിറ്റുവേഷനാണ് മാർക്കറ്റിലുള്ളത് എങ്കിൽ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും നമുക്ക് നല്ലപോലെ റിട്ടേൺസ് തരും. പക്ഷേ അതേസമയം തിരിച്ചാണ് സാഹചര്യം വരുന്നത് എങ്കിൽ അതേപോലെ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും അത് നമുക്ക് തരുന്നത്. പക്ഷേ അതേസമയം ലാർജ് ക്യാപ്പ് ഫണ്ടുകളാണ് എങ്കിൽ കൂടുതൽ റിട്ടേൺസ് നമുക്ക് തരാൻ പോകുന്നില്ല, കൂടുതൽ ലോസും നമുക്ക് തരാൻ പോകുന്നില്ല. ഒരു മീഡിയം ആയിരിക്കും നമുക്ക് ആ രണ്ട് സൈഡിലോട്ടും അത് മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ റിട്ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങൾ ഇതിലൊന്നിൽ മാത്രം ചൂസ് ചെയ്യണമെന്നില്ല, പലതിലായിട്ട് ചൂസ് ചെയ്യാം. ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 70-20-10 എന്നുള്ളൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, 50-30-20 എന്നുള്ളൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചേരുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും ബ്രോക്കർ ആപ്പ് തുറക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് കാണുമ്പോൾ ഇതിൽ ഏത് മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യണം എന്നൊരു ഡൗട്ട് നമുക്കുണ്ടാവും. അപ്പോൾ എങ്ങനെ ഒരു നല്ല ഫണ്ട് ചൂസ് ചെയ്യും? ഞാൻ 4 കാര്യങ്ങൾ മാത്രം ഇവിടെ പറയാം. നിങ്ങൾ ഫണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം ഇപ്പോൾ തൽക്കാലം നോക്കുക. ഇതൊരു സ്റ്റാർട്ട് മാത്രമാണ്. ഈ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഇതിന് ശേഷം കൂടുതൽ നിങ്ങൾ തന്നെ പഠിച്ചോളും. ഈ 4 കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കി ഫണ്ടുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രോക്കർ ആപ്പ് ഓപ്പൺ ചെയ്തു. നിങ്ങൾക്ക് ഏത് ബ്രോക്കർ ആപ്പ് വേണം എടുക്കാം. സെറോദ, ഗ്രോ, ഏഞ്ചൽ വൺ, ഫയേഴ്സ്, അപ്സ്റ്റോക്സ് എന്ത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു ബ്രോക്കർ ആപ്പ് എടുത്തു വെച്ചിട്ട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ ട്യൂട്ടോറിയൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം. ഞാൻ ഗ്രോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, അപ്സ്റ്റോക്സും ഓൾറെഡി ചെയ്തു. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് താഴെ ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോക്കസ് അതല്ല, നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകുന്നു. നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു. അവിടെ ഇക്വിറ്റിയിൽ നമ്മൾ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ ചൂസ് ചെയ്യുന്നു. നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ 20, 30, 40 ഫണ്ടുകളൊക്കെ കയറി വരും. ഇനി ഇതിലേത് നമ്മൾ പിക്ക് ചെയ്യും? ഇപ്പോൾ പഠിക്കാനായിട്ട് ഞാൻ എക്സാമ്പിളായിട്ട്
റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഞാൻ വെറുതെ കാണിക്കുകയാണ്. നിങ്ങൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ഫണ്ട് ചൂസ് ചെയ്യുക. അത് നല്ലതാണോ മോശമാണോ എന്നുള്ളൊരു ഹെൽത്ത് ചെക്ക് നമുക്കിപ്പോൾ ഒരുമിച്ച് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 4 പോയിന്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 1, റിട്ടേൺസ്. നമ്മുടെ ഈ ബ്രോക്കർ പ്ലാറ്റ്ഫോമിനകത്ത് കയറുമ്പോൾ തന്നെ അവർ കാണിക്കുന്ന റിട്ടേൺസ് ഉണ്ട്. ആ റിട്ടേൺസ് അല്ല നമുക്ക് വേണ്ടത്. അവിടെ നമ്മളെ കാണിക്കുന്ന റിട്ടേൺസ്, നമുക്ക് വേണ്ട റിട്ടേൺസ് അവർ ഈ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലേ കാണിക്കുന്നില്ല. ഇവിടെ കാണിക്കുന്നത് റെഗുലർ റിട്ടേൺസ് ആണ്. അതായത് കഴിഞ്ഞ 3 വർഷം അതല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം എത്ര റിട്ടേൺസ് കിട്ടി എന്നൊക്കെയാണ് ഇവർ കാണിക്കുന്നത്. അത് ഒരു ലക്കി ടൈമിംഗ് കൊണ്ടായിരിക്കാം അത്ര റിട്ടേൺസ് കിട്ടിയത്. അപ്പോൾ അതായത് അവർ കൃത്യമായിട്ടൊരു ഡേറ്റ് തൊട്ട് വേറെ ഒരു ഡേറ്റ് വരെ, അതായത് 3 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ആ ഡേറ്റ് തൊട്ട് ഈ ഡേറ്റ് വരെ എത്ര റിട്ടേൺസ് കിട്ടിയെന്നാണ് പറയുന്നത്. ഞാൻ ചിലപ്പോൾ ആ ഒരു ഡേറ്റിൽ തന്നെ ആയിരിക്കണമെന്നില്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞായിരിക്കാം, അതല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ ആയിരിക്കാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങും. എനിക്ക് അത്രത്തോളം റിട്ടേൺസ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ലക്കി ടൈമിങ്ങിൻ്റെ ഒരു ഫാക്ടർ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ അബ്സല്യൂട്ട് റിട്ടേൺസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രയോജനമൊന്നും വരുന്നില്ല. മാർക്കറ്റ് നല്ല ടൈമിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, വളരെ ലക്കി ആയിട്ട് നമ്മൾ കയറി ഇൻവെസ്റ്റ് ചെയ്തത് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാവാനുള്ള ചാൻസ് ഉണ്ട്, മോശമാണെങ്കിൽ മോശമാവാനുള്ള ചാൻസസും ഉണ്ട്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡേ വെച്ച് അത് മാറിയേക്കാം. പക്ഷേ നമുക്ക് വേണ്ടത് റോളിംഗ് റിട്ടേൺസ് ആണ്. റോളിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വേറൊരു കോൺസെപ്റ്റാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ആ ഒരു ഫണ്ടിൽ ഞാൻ ഏതൊരു ദിവസം ഇൻവെസ്റ്റ് ചെയ്താൽ, ഇപ്പോൾ 3 വർഷത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 3 വർഷം ഞാനത് ഹോൾഡ് ചെയ്താൽ എൻ്റെ ആവറേജ് എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്നാണ് റോളിംഗ് റിട്ടേൺസ് എനിക്ക് പറഞ്ഞു തരുന്നത്. ആയിരക്കണക്കിന് സെനാരിയോ എടുത്ത് ആവറേജ് ചെയ്തിട്ടാണ് ഈ റോളിംഗ് റിട്ടേൺസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതെന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ആ ഫണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല റിട്ടേൺസ് ഡെലിവർ ചെയ്തോ, അതല്ലെങ്കിൽ ലക്കി ടൈമിങ് മാത്രമായിരുന്നോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞു, ഈ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒന്നും അത് തരുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫ്രീ ആണ്, ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട. ഇവിടെ കയറി നമ്മൾ നേരത്തെ റാൻഡമായിട്ട് ചൂസ് ചെയ്ത ഫണ്ടിൻ്റെ നെയിം അടിച്ചു കൊടുക്കുന്നു. നമുക്ക് റോളിംഗ് റിട്ടേൺസ് നോക്കണം. ഇപ്പോൾ വാല്യൂ റിസർച്ചിൽ ആ ഫണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ റിട്ടേൺസിൻ്റെ ടാബിലേക്ക് പോകുന്നു, റോളിംഗ് റിട്ടേൺസ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ എക്സാമ്പിളായിട്ട് 3 വർഷത്തിൻ്റെ റോളിംഗ് റിട്ടേൺസ് നോക്കുന്നു. അപ്പോൾ അതിനകത്ത് സ്പൈക്കുകളുണ്ട് എങ്കിൽ, ക്രാഷസ് ഉണ്ട് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഡിസ്ക്ലെയിമറും കൂടെ ഞാൻ പറയാം. ഏതൊരു ഫണ്ടും നമ്മൾ എടുക്കുന്ന സമയത്ത് പണ്ട് അത് നന്നായി പെർഫോം ചെയ്തു എന്നതുകൊണ്ട് മുന്നോട്ട് അത് നന്നായി പെർഫോം ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം, ഇത് പണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഫണ്ടിൽ നല്ല ഫണ്ട് മാനേജറാണ്, അവർ ചൂസ് ചെയ്യുന്നതും അവരുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്ര മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് എന്ന് മനസ്സിൽ വെച്ചോളുക. ഇനി പോയിന്റ് നമ്പർ 2, എക്സ്പെൻസ് റേഷ്യോ. നമ്മളിപ്പോൾ നോക്കിയ സെയിം സൈറ്റിൽ തന്നെ ഇതും കാണും. ഈ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫണ്ട് നമുക്ക് ഈ ഒരു സർവീസ് തരുന്നതിന് വേണ്ടിയിട്ട് അവർ എത്ര ഫീസ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സ്പെൻസ് റേഷ്യോ. 1% അബവ് ഒക്കെ ആണ് എങ്കിൽ അത് കുറച്ച് കൂടുതലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സോ എപ്പോഴും ഒരു 1% താഴെയുള്ള എക്സ്പെൻസ് റേഷ്യോ ഉള്ള ഫണ്ടുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പോയിന്റ് 3, ബെഞ്ച് മാർക്ക്. ഈ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഫണ്ട് എടുത്താലും ആ ഫണ്ട് കമ്പയർ ചെയ്യുന്ന വേറെ ഒരു ഫണ്ട് ഉണ്ടാകും. ആ ഫണ്ടിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാർജ് ക്യാപ് ഫണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി 100 ആണ് ബെഞ്ച് മാർക്ക്. ആ ഫണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിഫ്റ്റി 100നെ ബീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്ത ഫണ്ടാണ്. പക്ഷേ അത് നിഫ്റ്റി 100നെ പോലും ബീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര എക്സ്പെൻസ് റേഷ്യോ ഒക്കെ കൊടുത്ത് ഈ ഫണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നിഫ്റ്റി 100 എടുത്താൽ മതി. കാരണം നിഫ്റ്റി 100 എന്ന് പറയുന്നത് ഒരു പാസീവ് ഫണ്ടാണ്. അവിടെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. പാസീവ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് പണി എടുക്കാത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കമ്മീഷൻ വളരെ വളരെ കുറവുമായിരിക്കും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അത് ചീപ്പറാണ്, സിമ്പിളറാണ്, ബെറ്ററാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഒരു മാനേജറിൻ്റെ സ്കില്ല് കൊണ്ട് മാത്രമാണ് റിട്ടേൺസ് കിട്ടുന്നതെന്നോ അതല്ലെങ്കിൽ റിട്ടേൺസ് കിട്ടാത്തത് കൊണ്ട് ആ ഫണ്ട് മാനേജർ മോശക്കാരനാണെന്നോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെ ബാഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് എങ്കിൽ ഫോള് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2020 മാർച്ചിൻ്റെ ക്രാഷ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ 2018 കറക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, മാർക്കറ്റ് തന്നെ ഒരു -15% ഒക്കെ പോകുന്ന സമയത്ത് ഒരു ഫണ്ട് -10% പോയി ഉള്ളൂ എങ്കിൽ, നെഗറ്റീവ് റിട്ടേൺസ് ആണ് എങ്കിൽ പോലും അതൊരു നല്ല ഫണ്ടാണല്ലോ, നല്ല രീതിയിലല്ലേ അത് മാനേജ് ചെയ്തിരിക്കുന്നത്. അതും കൂടെ നമ്മൾ നോക്കണം എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതാണ് നമുക്ക് ഈ ബെഞ്ച് മാർക്കിൽ നിന്നും മനസ്സിലാവുന്നത്. ഇനി പോയിന്റ് നമ്പർ 4, AUM. AUM എന്ന് പറഞ്ഞാൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അതായത് ആ ഒരു ഫണ്ട് എത്ര കോടി രൂപയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 1000 കോടിക്കൊക്കെ താഴെയാണ് എങ്കിൽ നിങ്ങളൊരു ബിഗിനർ ആണെന്നുള്ള സ്ഥിതിക്ക് അത് തൽക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ഫണ്ട് ക്ലോസ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി 50,000 കോടിക്ക് മുകളിലാണ് എങ്കിൽ മേ ബി അത് കുറച്ച് സ്ലഗിഷ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത്രത്തോളം പണം മാനേജ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കുറയാനുമുള്ള ചാൻസസ് ഉണ്ട്. ഒരു സ്വീറ്റ് സ്പോട്ട്, ഒരു ബിഗിനർ എന്ന നിലയിൽ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു 1000 to 20,000 crores. നിങ്ങളത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 4 ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഒരു 2-3 ഫണ്ടുകൾ പിക്ക് ചെയ്യുക.
ഈ 4 കാര്യങ്ങൾ മാത്രമല്ല, ഇനി എക്സിറ്റ് ലോഡ് ഉണ്ട്, പിന്നെ കൂടുതൽ ഡീറ്റെയിലിൽ നമ്മൾ ഓരോ ഫണ്ടും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള അനാലിസിസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ ചെയ്യാം. പക്ഷേ ഒരു ബിഗിനർ ആവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഓവർവെൽമിംഗ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് അബ്സല്യൂട്ട്ലി വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് ഒരു 2-3 ഫണ്ട്, ഒരു ലാർജ് ക്യാപ്പിൽ മേ ബി ഒരു 2 ഫണ്ട്, മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ഓരോന്ന് വീതമൊക്കെ നിങ്ങൾ പിക്ക് ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കുക. തൽക്കാലം അത് മതി. അത് വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റിംഗ് തുടങ്ങുക. അതിനുശേഷം നമ്മൾ നേരെ ആപ്പിലേക്ക് പോകുന്നു. ഇതേ ഫണ്ട് അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നു. നമ്മൾ SIP അതല്ലെങ്കിൽ ലംസം ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ എത്രയാണോ കംഫർട്ടബിൾ ആ ഒരു കംഫർട്ടബിൾ എമൗണ്ടിൽ തന്നെ തുടങ്ങുക. പറ്റുമെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ആവുന്ന സ്ഥിതിക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഫണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങാൻ വെച്ചിരിക്കുന്ന എമൗണ്ടിനേക്കാളും താഴെ തുടങ്ങിയാലും മതി. ഡേറ്റ് സെറ്റ് ചെയ്യേണ്ടത് സാലറി കിട്ടിക്കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ ഈ പണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് പോലെയും സെറ്റ് ചെയ്യാം. ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നേരത്തെ പല വീഡിയോസിലും. വീണ്ടും കാണിക്കണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. ഇത്രയും സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പതിയെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. 3-4 മാസത്തിന് ശേഷം ഇത് റിവ്യൂ ചെയ്യുക. കൂടുതൽ അറിവുകൾ നേടുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യുക. ഫണ്ടുകൾ മാറ്റണമെങ്കിൽ മാറ്റുക. അതല്ല നിങ്ങൾ ചൂസ് ചെയ്ത ഫണ്ട് തന്നെയാണ് നല്ലത് എങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കാണുക. ഇത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇതിലും കോംപ്ലിക്കേഷൻ കുറച്ച് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ റോങ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. കൂടുതൽ പഠിക്കണം എന്ന് താല്പര്യമുണ്ട് എങ്കിൽ ഇൻവെസ്റ്റിംഗ് ഫോർ ബിഗിനേഴ്സ് ഫോർ ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. ആ വീഡിയോസ് എല്ലാം സമാധാനമായിട്ട് സമയം പോലെ കാണാനും ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.